യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം എന്നീ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന നിങ്ങൾ പറ്റുമെങ്കിൽ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ഭവനത്തിലിരുന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒന്ന്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. രണ്ട്, അത്ഭുതം ദൈവം നടത്തും എന്ന കാര്യം ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ സാക്ഷ്യം പറഞ്ഞോളാം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചോളാം. അതുപോലെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞ് ഈശോയോട് പറഞ്ഞ് നിങ്ങൾ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും 15 ദിവസം ബ്രദർ പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കണം. ഒരു 15 ദിവസമോ അല്ലെങ്കിൽ 33 ദിവസമോ രണ്ടിലേതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ 15 അല്ലെങ്കിൽ 33. അപ്പോൾ അങ്ങനെ ആദ്യം സംഖ്യ തിരഞ്ഞെടുക്കുക. എന്നിട്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ചെയ്യുക. എല്ലാ ദിവസവും ഒരു 33 തവണ ചെല്ലണം ഈ പ്രാർത്ഥന. എന്നിട്ട് പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങളുടെ 3 നിയോഗം ഈശോയുടെ കരങ്ങളിൽ കേൾപ്പിക്കുക. കാരണം നമ്മുടെ നിയോഗങ്ങളെല്ലാം നടത്തി തരുന്നത് നമ്മുടെ കർത്താവായ പൊന്നുതമ്പുരാനാണ്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന ഇതാകുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥന എഴുതി തയ്യാറാക്കി പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ 2-3 തവണ വേണമെങ്കിൽ പറഞ്ഞു തരാം. കാരണം റിപ്പീറ്റായി പറയുന്ന ചില വ്യക്തികൾക്ക് അത് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥന ഇതാകുന്നു. കർത്താവായ യേശുവേ, അങ്ങേ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു. ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ നിറയട്ടെ. എൻ്റെ നെറുക മുതൽ ഉള്ളംകാൽ വരെ ഓരോ കോശങ്ങളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ. യേശു എന്ന നാമം ഒരു അഗ്നിയായി എന്നിൽ കത്തട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്നും സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സ്തുതിക്കുക. പിന്നെ യേശുവേ യേശുവേ ഈശോ 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 യേശുവേ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ നിയോഗം ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കുക. ഒന്നുകൂടി പ്രാർത്ഥന ഞാൻ ചൊല്ലാം. കർത്താവായ യേശുവേ, അങ്ങേ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു. ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ നിറയട്ടെ. എൻ്റെ നെറുക മുതൽ ഉള്ളംകാൽ വരെ ഓരോ കോശങ്ങളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ. യേശു എന്ന നാമം ഒരു അഗ്നിയായി എന്നിൽ കത്തട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്നും സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവേ, ഈ പ്രാർത്ഥന ഓരോ മക്കൾക്കും അനുഗ്രഹവും അഭിഷേകമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ഇവരുടെ ഓരോ കുടുംബത്തിലേക്കും കുഞ്ഞു മക്കളിലേക്കും അനുഗ്രഹമായി തീരട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം.